ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് 5th ചാപ്റ്ററായ സേവാ ഹി പരമോ ധർമ്മഃ. സേവ തന്നെയാണ് പരമമായ ധർമ്മം. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. പ്രിയ ഛാത്രാഃ, ജീവനെ സഫലതായായി മാനവഃ കിം കിം അർജയേത്. പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിൽ സക്സസ് കിട്ടാനായിട്ട് മനുഷ്യൻ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്? പദവിം, വിദ്യാം, ഉപാധിം, ധനം. കുട്ടികൾ പറയാണ്, പദവി, വിദ്യ, ഡിഗ്രി, ധനം, ഇവയെല്ലാം. കിം ഏതദേവ പര്യാപ്തം? ഇവയെല്ലാം പര്യാപ്തമാണോ? ഇത് മതിയോ? അന്യത് കിം ആവശ്യകം മഹോദയേ? വേറെ എന്താണ് ആവശ്യം ടീച്ചർ? മാനവീയാഃ ഗുണാഃ അപി ആവശ്യകാഃ ഭോഃ. മാനവീയ ഗുണങ്ങൾ, അതായത് ഹ്യൂമൻ ക്വാളിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. യഥാ സിദ്ധാർത്ഥസ്യ ജീവനെ വിദ്യ, ധനം, പദം ച സർവമപി ആസീത്, കിന്തു മാനവീയ ഗുണൈഃ ഏവ സഃ മഹാത്മാ ബുദ്ധഃ ജാതഃ. സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ വിദ്യ, ധനം, പദവി എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമൻ ക്വാളിറ്റീസ് തന്നെയാണ് അദ്ദേഹത്തെ, അതായത് സഹെന്ന് വെച്ചാൽ അവനെ, നമ്മളിപ്പോൾ ഇവിടെ റെസ്പെക്റ്റോടെ പറയുമ്പോൾ അദ്ദേഹത്തെ മഹാത്മാവായ ബുദ്ധനാക്കി തീർത്തത്. ആര്യേ കേതേ മാനവീയാഃ ഗുണാഃ. ആര്യേ, ആ ഹ്യൂമൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സത്യം, കരുണ, ഉദാരത, സേവ, പരോപകാരഃ, അക്രോധഃ ഇത്യാദയഃ മാനവീയാഃ ഗുണാഃ സന്തി. സത്യം, കരുണ, ഉദാരത, സേവ, പരോപകാരം, ദേഷ്യം കാണിക്കാതിരിക്കുക, ഇവയെല്ലാമാണ് ഹ്യൂമൻ ക്വാളിറ്റീസ്. അദ്യ ഏതൈഃ ഗുണൈഃ സംബന്ധാം ഏകാം കഥാം പഠാമഃ. ഇന്ന് ഈ ഗുണങ്ങളെയെല്ലാം റിലേറ്റ് ചെയ്ത് ഒരു കഥ പഠിക്കാം. ആം മന്യേ, ശരി ടീച്ചർ. വയമപി പഠിതും ഇച്ഛാമഃ. ഞങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു ആ കഥ? നമുക്ക് നോക്കാം. നാഗാർജുനഃ പ്രസിദ്ധഃ രസായനശാസ്ത്രജ്ഞഃ ചികിത്സകഃ ച ആസീത്. നാഗാർജുനൻ പ്രസിദ്ധനായ രസായനശാസ്ത്രജ്ഞനും വൈദ്യനുമായിരുന്നു. സഹ അഹോരാത്രം പ്രയോഗശാലായാം കാര്യം കരോതി സ്മ. അദ്ദേഹം, അതായത് അവൻ, അഹോരാത്രം, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ലാബിൽ വർക്ക് ചെയ്യായിരുന്നു, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഏകദാ, ഒരു ദിവസം, സഹ, അവൻ, മഹാരാജം നിവേദിത്വാൻ, മഹാരാജാവിനോട് റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താ റിക്വസ്റ്റ് ചെയ്തേ? മഹാരാജ്, ഹേ മഹാരാജാവേ, മമ ചികിത്സാകാര്യായ, എൻ്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട്, ഏകഃ സഹായകഃ, ഒരു സഹായിയെ ആവശ്യകഃ ഇതി, ആവശ്യമുണ്ട് എന്ന്. രാജ ഏതത് അംഗീകൃത്വാൻ, രാജാവ് ഇത് അംഗീകരിക്കുകയും ഉക്ത്വാൻ ച, പറയുകയും ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? അസ്തു, ശരി, അഹം വ്യവസ്ഥാം കരോമി, ഞാൻ അറേഞ്ച് ചെയ്യാം. ശ്വഃ കേചന യോഗ്യാഃ യുവകാഃ ആഗമിഷ്യന്തി, നാളെ ചില യോഗ്യരായ യുവാക്കൾ വരും. ഭവാൻ പരീക്ഷാം കൃത്വാ, അങ്ങ് പരീക്ഷിച്ച്, തേഷു യുവകേഷു, ആ യുവാക്കളിൽ, കമപി യോഗ്യം സ്വീകരോതു ഇതി, ഇതിലും യോഗ്യനായ ഒരുവനെ സ്വീകരിക്കൂ എന്ന്. അന്യസ്മിൻ ദിനെ ദൗ യുവകൗ ആഗതവന്തൗ, അടുത്ത ദിവസം 2 യുവാക്കൾ വന്നു. നാഗാർജുനഃ ദ്വയോഃ വിദ്യാഭ്യാസ വിഷയെ പൃഷ്ടവാൻ. നാഗാർജുനൻ 2 പേരോടും പഠിച്ച വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. ദ്വയോഃ അപി വിദ്യാഭ്യാസ വിഷയഃ സമാനഃ ഏവ ആസീത്. 2 പേരുടെയും പഠിച്ച വിഷയം ഒരേപോലെയായിരുന്നു. തഥാ, അപ്പോൾ, നാഗാർജുനഃ തൗ ഏകം വിശിഷ്ടം രസായനം നിർമ്മായ ആഗച്ഛതാമിതി സൂചിത്വാൻ. 2 പേരോടും ഒരു വിശിഷ്ടമായ രസായനം നിർമ്മിച്ചിട്ട് വരാനായിട്ട് സൂചിപ്പിച്ചു. തദർത്ഥം, അതിനായി ദിനദ്വയസ്യ അവസരം ദത്വാൻ, 2 ദിവസം സമയവും കൊടുത്തു. ഗമനസമയെ രാജമാർഗേണ ഗച്ഛതാം ഇത്യപി സൂചിത്വാൻ, പോകുന്ന വഴിക്ക് ഹൈവേ വഴി പോകണമെന്നും സൂചിപ്പിച്ചു. ദിനദ്വയാന്തരം, 2 ദിവസത്തിനു ശേഷം,
നാഗാർജുനस्य സമീപേ നാഗാർജുനന്റെ അടുത്തേക്ക് പ്രഥമഃ യുവകः ആദ്യത്തെ യുവാവ് ആഗത്വാൻ വന്നു. ഔഷധനിർമ്മാണേ കിമപി കഷ്ടം നാഭവത് ഖലു. ഔഷധ നിർമ്മാണത്തിൽ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇതി നാഗാർജുനഃ പൃഷ്ടവാൻ. ഇങ്ങനെ നാഗാർജുനൻ ചോദിച്ചു. യുവകः സ്വനിഷ്ഠാം ദർശയിതും. യുവാവ് സ്വന്തം വിശ്വസ്തത കാണിക്കാനായി സ്വഗൃഹസ്യ സമസ്യാഃ സ്വന്തം വീട്ടിലെ കഷ്ടപ്പാടുകൾ വർണ്ണിത്വാൻ വിവരിച്ചു. പിതുഃ ഉദരവേദന, അച്ഛന് വയറുവേദന, മാതുഃ ജ്വരഃ ച ആസീത്, അമ്മയ്ക്ക് പനിയുമായിരുന്നു. തഥാപി എന്നിട്ടും ഞാൻ തത്സർവം പരിത്യജ്യ അതെല്ലാം വിട്ട് ഔഷധം നിർമ്മിച്ചു. ഇതി ഉക്ത്വാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാഗാർജുനായ രസായനം ദത്വാൻ. നാഗാർജുനന് രസായനം കൊടുത്തു. തദഭ്യന്തരേ ദ്വിതീയഃ യുവകഃ അപി ആഗതവാൻ. ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ യുവാവും വന്നു. സഹ ഖിന്നഃ ആസീത്, അവൻ ദുഃഖിതനായിരുന്നു. തമപി നാഗാർജുനഃ പൃഷ്ടവാൻ, അവനോടും നാഗാർജുനൻ ചോദിച്ചു. തഥാ അപ്പോൾ യുവകഃ ഉക്തവാൻ, യുവാവ് പറഞ്ഞു, അഹം ഔഷധം നിർമ്മാതും ന ശക്തവാൻ ഇതി. എനിക്ക് ഔഷധം നിർമ്മിക്കാൻ സാധിച്ചില്ല എന്ന്. കിമർത്ഥം ന ശക്തവാൻ, എന്തുകൊണ്ട് സാധിച്ചില്ല? ഇത് നാഗാർജുനഃ പൃച്ഛതി. ഇങ്ങനെ നാഗാർജുനൻ ചോദിച്ചു. യുവകഃ ഉക്തവാൻ, യുവാവ് പറഞ്ഞു, രാജമാർഗേ അഹം കിഞ്ചിത രോഗിണം ദൃഷ്ടവാൻ. ഹൈവേയിൽ ഞാൻ ഇതൊരു രോഗിയെ കണ്ടു. തസ്യ പരിസ്ഥിതി ശോചനീയ ആസീത്, അവൻ്റെ അവസ്ഥ ശോചനീയമായിരുന്നു. അഹം തം സ്വഗൃഹം നീത്വാൻ, ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദിനദ്വയം തസ്യ ഏവ സേവായാം നിരതഃ ആസം, 2 ദിവസം അവൻ്റെ തന്നെ സേവയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അത് പ്രാതഃ സഹ സ്വസ്ഥഃ അഭവത്, ഇന്ന് രാവിലെയാണ് അവന് സ്വസ്ഥനായത്, അസുഖമൊക്കെ മാറിയത്. അഹം തതഃ സാക്ഷാത് അത്ര ആഗത്വാൻ, ഞാൻ അവിടെ നിന്നാണ് നേരിട്ടിവിടേക്ക് വരുന്നത്. രസായന നിർമ്മാണാർത്ഥം സമയം ഏവ ന പ്രാപ്തവാൻ ഇതി. അതുപോലെ ഔഷധ നിർമ്മാണത്തിനായിട്ട് സമയവും കിട്ടിയില്ല എന്ന്. തദനന്തരം നാഗാർജുനഃ ദ്വിതീയം യുവകം സഹായത്വേന സ്വീകൃത്വാൻ. ഇതിനുശേഷം നാഗാർജുനൻ രണ്ടാമത്തെ യുവാവിനെ സഹായിയായി സ്വീകരിച്ചു. രാജ ഏതം വൃത്താന്തം ശ്രുത്വാ, രാജാവ് ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആശ്ചര്യം പ്രകടിപ്പിച്ചു. സഹ നാഗാർജുനം പൃഷ്ടവാൻ, അദ്ദേഹം നാഗാർജുനനോട് ചോദിച്ചു. പ്രഥമഃ യുവകഃ ഔഷധം കൃത്വാ ആനിത്വാൻ, ആദ്യത്തെ യുവാവ് ഔഷധം നിർമ്മിച്ച് കൊണ്ടുവന്നു. ദ്വിതീയഃ തഥാ ന കൃത്വാൻ, രണ്ടാമത്തേവൻ എന്ത് ചെയ്തില്ല. തഥാപി എന്നിട്ടും ഭവാൻ കിമർത്ഥം ദ്വിതീയം ചിത്വാൻ, എന്തിനാണ് അങ്ങ് രണ്ടാമത്തെ ആളെ തന്നെ തിരഞ്ഞെടുത്തത്? നാഗാർജുനഃ അവദത്, നാഗാർജുനൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ദ്വിതീയഃ അപി ഔഷധ നിർമ്മാണേ കുശലഃ അസ്തി, രണ്ടാമത്തെ ആളും ഔഷധ നിർമ്മാണത്തിൽ കേമനാണ്. കിന്തു പക്ഷേ തേന സമയഃ ന പ്രാപ്തഃ, അവന് സമയം കിട്ടിയില്ല. യതഃ എന്താന്ന് വെച്ചാൽ സഹ സേവായാം നിരതഃ ആസീത്, അവൻ സേവയിലായിരുന്നു, അവൻ സേവ ചെയ്യായിരുന്നു. തം രോഗിണമഹം പൂർവമേവ മാർഗേ ദൃഷ്ടവാൻ, ഞാൻ ആ രോഗിയെ ആദ്യം തന്നെ വഴിയിൽ കണ്ടിരുന്നു. അതഃ അതുകൊണ്ട് രാജമാർഗേണ ഗന്തവ്യം ഇത് അഹം യുവക്ദ്വയം സൂചിത്വാൻ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 2 യുവാക്കളോടും ഹൈവേയിലൂടെ പോകാനായിട്ട് സൂചിപ്പിച്ചത്. പ്രഥമഃ രോഗിണം ദൃഷ്ട്വാ അപി അഗ്രേ ഗത്വാൻ, ആദ്യത്തെ ആള് രോഗിയെ കണ്ടിട്ടുകൂടി മുന്നോട്ട് തന്നെ പോയി. സഹ യന്ത്രവത് കാര്യം കരോതി, അവൻ മഷീന് പോലെയാണ് ജോലി ചെയ്യുന്നത്. തസ്മിൻ സേവായാഹ ഭാവന നാസ്തി, അവന് സേവ എന്ന ഭാവം ഇല്ല. സേവാഭാവനം വിനാ ചികിത്സഃ
കഥം ഭവേത്? സേവ എന്ന ഭാവമില്ലാതെ എങ്ങനെ ചികിത്സ നടക്കും? അതഃ അതുകൊണ്ട് അഹം ദ്വിതീയസ്യ ചയനം കൃത്വാനിതി. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തേവനെ തിരഞ്ഞെടുത്തത് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.